സുഹൃത്തുക്കളെ, ഇന്ന് ഞാൻ ബി ജെ പിയിലെ യുവനിരയെക്കുറിച്ചാണ് പറഞ്ഞു വരാൻ ആഗ്രഹിക്കുന്നത്. കഴിവുള്ള ഒരുപാട് ചെറുപ്പക്കാരുണ്ട് സംസ്ഥാന തലത്തിൽ ഉപയോഗിക്കപ്പെടേണ്ടവർ, പക്ഷേ അവർ ഉപയോഗിക്കുന്നില്ല. അതേസമയം തന്നെ കോൺഗ്രസ് മുസ്ലിം ലീഗ് കൊടുക്കുക, കോൺഗ്രസ് മുസ്ലിം ലീഗും പിന്നെ വളരെ കൃത്യമായി അവരുടെ അടുത്ത തലമുറയെ വാർത്തെടുക്കുന്നതിൽ വളരെ പ്രധാനപ്പെട്ടൊരു പങ്ക് വഹിക്കുന്നുണ്ട്. ഇപ്പോൾ തന്നെ മുസ്ലിം ലീഗിൻ്റെ MLA-മാരിൽ നവാസ് ഉണ്ട്, PK ഫിറോസ് ഉണ്ട്, TP അഷ്റഫ് അലി ഉണ്ട്, ഫാത്തിമ തെഹ്ലിയ ഉണ്ട്. അങ്ങനെ നീണ്ട ഒരു നിര പിന്നെ മുസ്ലിം ലീഗിൻ്റെ ഭാഗത്ത് നിന്ന് നിയമസഭയിലേക്ക് അവർക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. കോൺഗ്രസും അതേപോലെ തന്നെ അബിൻ വർക്കി, KO ജനീഷ് തുടങ്ങി ചാണ്ടി ഉമ്മൻ ഉണ്ട്, ഓൾറെഡി പിന്നെ രണ്ടാമത്തെ ടൈം ഉണ്ട്. അങ്ങനെയുള്ള ഒരുപാട് പേരെ, ജയസഗലിനെ, റിയാസ് മുക്കോളി, അങ്ങനെയുള്ള ഒരുപാട് പേര് അവഗണിക്കപ്പെട്ടു. ബിനു ചുള്ളിയിലൊക്കെ അവഗണിക്കപ്പെട്ടു. എന്നാൽ തന്നെയും ഒരുപാട് പേരെ, ബലറാമിനെയൊക്കെ വർഷങ്ങൾക്ക് മുമ്പേ കണ്ടെത്തി കൊണ്ടുവന്നു, ഷാഫി പറമ്പിലിനെ കൊണ്ടുവന്നു. അങ്ങനെ ഓരോരുത്തർക്കും അവസരങ്ങൾ കൊടുത്ത് കൊണ്ടുവരുന്നുണ്ട്. അവരവരുടെ സ്ഥലത്ത് ഇടം കണ്ടെത്തുന്നുമുണ്ട്. സംഘടനാ തലത്തിലും ആ രീതിയിൽ പുതിയ ആളുകളെ വളർത്തിക്കൊണ്ടുവരുന്നതിൽ വലിയ ശ്രദ്ധ കൊടുക്കുന്നുണ്ട്. CPM-നെ സംബന്ധിച്ചിടത്തോളം പിന്നെ CPM വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല, CPM തന്നെ പടവലങ്ങിയ പോലെ കീപ്പോട്ട് വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് മുരടിച്ചുകൊണ്ടിരിക്കുമ്പം ഇവരുടെ ചെറുപ്പക്കാരെ അവരെത്ര ലിഫ്റ്റ് ചെയ്യാൻ നോക്കിയാലും ഈ താത്വികമായി കാര്യങ്ങൾ അവലോകനം ചെയ്യുന്നതിൻ്റെ ഭാഗമായും സാൽക്കിയ പ്രീണത്തെക്കുറിച്ചും ഹോർമോസ് കടലെടുക്കിനെക്കുറിച്ചും പിന്നെ ക്യൂബയിലെ കഥയും ഒക്കെ പറഞ്ഞുകൊണ്ട് റീൽസ് ഇട്ട് ട്രോൾ താരങ്ങളായിട്ട് അവർ മാറുന്നു. അത് വേറെ വിഷയമാണ്. നമുക്ക് പിന്നെ CPM-ൻ്റെ കാര്യം നമുക്ക് വേറെ സംസാരിക്കും. ഇപ്പോൾ സംസാരിക്കുന്നത് കാരണം ഈ ചത്തകുട്ടിയുടെ ജാതകം നോക്കണ്ടല്ലോ, പിന്നെ ശവത്ത് കുത്തുന്നത് വലിയ രസമുള്ള പരിപാടിയല്ല. അതുകൊണ്ട് ഈ സ്റ്റോറിക്കകത്ത് അത് ചെയ്യുന്നില്ല. അത് വേറെ വിഷയമായിട്ട് പറയാം. BJP-യെക്കുറിച്ച് പറയാം. BJP-ക്കകത്ത് K. സുരേന്ദ്രനും PK കൃഷ്ണദാസും B. മുരളീധരനും MT രമേശും ശോഭാ സുരേന്ദ്രനും ഒക്കെ യുവമോർച്ചയിലൂടെയും ABVP-യിലൂടെയൊക്കെ വളർന്നു വന്നിട്ടുള്ള ആളുകളാണ്. അവരെല്ലാം ഇപ്പോൾ സജീവമായിട്ട് രാഷ്ട്രീയത്തിലുണ്ട്. അതിന് പുറമെ ഇപ്പോൾ അനൂപ് ആൻ്റണി, ഷോൺ ജോർജ് ഒക്കെ തുടങ്ങിയിട്ടുള്ള വലിയൊരു പുതിയ നിരയും കൂടി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. VV രാജേഷ് ഒരു മേയർ എന്നുള്ള രീതിയിൽ നല്ല കഴിവ് തെളിയിക്കുന്നുണ്ട്. യുവമോർച്ചയുടെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. പക്ഷേ എളിമയുള്ള മേയർ എന്ന രീതിയിൽ ജനകീയ മേയറായിട്ട്, യഥാർത്ഥ മേയർ ബ്രോയായിട്ട് VV രാജേഷ് കാണുന്ന കാഴ്ചയാണ് നമുക്ക് ഇപ്പോൾ ഉള്ളത്. പക്ഷേ അതേസമയം തന്നെ അവർ പരിഗണിക്കേണ്ടത്, എന്നാൽ ആ കൂട്ടത്തിൽ അവർ ആവശ്യമില്ലാത്തൊരു സ്ഥാനത്തിനടുത്ത് തലവെച്ചത് ഞങ്ങളുടെ നാട്ടിൽ ഭൂലോകം മൊയന്തെന്ന് പറയും. അനൂപ് ആൻ്റണി, അനിൽ ആൻ്റണി, AK ആൻ്റണിയുടെ മകൻ. അനൂപ് ആൻ്റണി മിടുക്കനാണ്. അനൂപ് ആൻ്റണി, ഷോണും ഒക്കെ അവരവരുടെ ഏൽപ്പിച്ച ദൗത്യങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ രാജീവ് ചന്ദ്രശേഖരൻ്റെ വലങ്കയ്യായും ഇടങ്കയ്യായും അവരെല്ലാ കാര്യങ്ങളും ഏൽപ്പിക്കുന്ന അസൈൻമെൻറ്റ് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. അതുമാത്രമല്ല, അനൂപ് ആൻ്റണിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ദേശീയ രാഷ്ട്രീയത്തിലും വലിയ സ്വാധീനമുള്ള ആളാണ്. ഇത് നേരിട്ട് PM ഓഫീസ് കൊടുത്തിട്ടുള്ള പ്രൊജക്റ്റുകൾ, ദൗത്യങ്ങൾ ഒക്കെ ഏറ്റെടുത്ത് നിർവഹിച്ചിരുന്ന ഒരാളാണ് ദില്ലി കേന്ദ്രീകരിച്ച് വർഷങ്ങളോളം. പക്ഷേ അനിൽ ആൻ്റണി ഒരു മൊയന്തെന്ന് മലപ്പുറം ഭാഷയിൽ പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം തിരുവിതാംകൂർ ഭാഷയിൽ നമ്മൾ മൊണ്ണ എന്ന് പറയില്ലേ, ഒന്നിനും കൊള്ളാത്തവൻ, അതാണ്. ഒരു നിർഗുണ പരബ്രഹ്മൻ. അപ്പനും വലിയ മോശമൊന്നായിരുന്നില്ല, നിർഗുണ പരബ്രഹ്മൻ തന്നെയായിരുന്നു. പിന്നെ എങ്ങനെയൊക്കെയോ അങ്ങനെ കയറിപ്പോയി, അത്രയേ ഉള്ളൂ. പൈശാചികം എന്ന് മാത്രമേ പറയാനറിയുള്ളൂ. പിന്നെ ആൾ കക്കാനും പിടിക്കാനൊന്നും പോയില്ല. അനിൽ ആൻ്റണി അതിലും വലിയ പിന്നെ മോശമില്ല എന്നാണ് പൊതുവെയുള്ള അറിവ്. അപ്പൻ കക്കാനും പിടിക്കാനും നേരിട്ട് പോയിട്ടില്ലെങ്കിലും AK ആൻ്റണി പ്രതിരോധ വകുപ്പ് മന്ത്രിയായി നരസിംഹറാവുവിൻ്റെ ക്യാബിനറ്റിലുണ്ടാകുമ്പോൾ പല ഇടപാടുകളും അനിൽ ആൻ്റണി നടത്തിയതായിട്ടുള്ള വിവരങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപ്പോൾ അവിടെ നിൽക്കട്ടെ. ഇപ്പോൾ യുവമോർച്ചയുടെ അല്ലെങ്കിൽ ഒക്കെ നേതൃത്വത്തിലൂടെ കടന്നു വന്നിട്ടുള്ള, പ്രത്യേകിച്ച് സന്ദീപ് വാര്യരൊക്കെ പോയതിന് ശേഷം ഡിബേറ്റുകളിൽ ഏറ്റവും സജീവമായിട്ട് പങ്കെടുക്കുന്ന ആളുകളുടെ ഒരാളാണ് സന്ദീപ് വാചസ്പതി. സന്ദീപ് വാചസ്പതി കേവലമായ തർക്കശാസ്ത്രത്തിനപ്പുറം, രാഷ്ട്രീയ തർക്കത്തിനപ്പുറം ഐഡിയോളജിക്കൽ പൊളിറ്റിക്സ് വളരെ കൃത്യമായി ചാനൽ ചർച്ചയ്ക്കകത്ത് പറയാൻ കഴിവുള്ള ഒരാളാണ്. ആ സന്ദീപ് വാചസ്പതിയെ കൊണ്ടിട്ട് ആലപ്പുഴയിലെ ഒരു ജില്ലാ പ്രസിഡന്റ് ആക്കിയിട്ടിരിക്കുക. സംസ്ഥാന തലത്തിൽ ഉപയോഗിക്കേണ്ടുന്ന ഒരാളാണ്. തിരുവനന്തപുരം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുകയും സംസ്ഥാന വ്യാപകമായി അദ്ദേഹത്തിൻ്റെ ശേഷി ഉപയോഗിക്കുകയും ചെയ്യേണ്ടുന്ന ഒരാളെ ഒരു ജില്ലയിൽ കിട്ടിയിട്ടിരിക്കുക. അതും ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയുന്ന പോലെ 14 ജില്ലയല്ല. BJP-യുടെ ജില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജില്ല തന്നെ 2-3 ജില്ലയായിട്ട് വിഭജിച്ചിരിക്കുക. അവർ സംഘടനാ ജില്ലയാണ്. 5 മണ്ഡലങ്ങൾ, 4 മണ്ഡലങ്ങളൊക്കെയുള്ള ജില്ലയായിട്ട് സന്ദീപ് വാചസ്പതി അവിടെ കെട്ടിയിട്ടിരിക്കുകയാണത്. അതേപോലെ പ്രഫുൽ കൃഷ്ണ എന്താ ചെയ്തിരിക്കുന്നത്? പ്രഫുൽ കൃഷ്ണയും ഒരു മൂലയ്ക്ക് കെട്ടിയിട്ടിരിക്കുക. പിന്നെ കോഴിക്കോട് ജില്ല 4-5 മണ്ഡലം കണ്ട് അവിടെയുള്ളത്. യുവമോർച്ചയുടെ സംസ്ഥാന പ്രസിഡൻ്റായിരുന്ന ആളാണ്. സന്ദീപ് വാചസ്പതിയെ പോലെ തന്നെ കാര്യങ്ങൾ കൃത്യമായി പറയാനും അവതരിപ്പിക്കാനും സംസ്ഥാന തലത്തിൽ സംഘാടക ശേഷി ഉപയോഗിക്കാനും ഒക്കെ കഴിയുന്ന, സംസ്കൃത ഭാഷയിൽ വരെ പ്രാവീണ്യമുള്ള, ചരിത്രബോധമുള്ള ഒരു ചെറുപ്പക്കാരനാണ് പ്രഫുൽ കൃഷ്ണ. പ്രഫുൽ കൃഷ്ണയുടെയൊക്കെ പ്രവർത്തന മേഖല എന്ന് പറയുന്നത് കേരളം മുഴുവനായിരിക്കണം. ആ രീതിയിലേക്ക് അവരെ സംസ്ഥാന ഭാരവാഹിത്വത്തിലേക്ക് കൊണ്ടുവരേണ്ടുന്ന ആളുകളാണ് പ്രഫുൽ കൃഷ്ണയും.
പ്രഫുൽ കൃഷ്ണ ഒരിക്കൽ ഐഷ സുൽത്താനയുമായി മറ്റേ ഇതിൽ അവതരിപ്പിക്കുന്ന പരിപാടി ഉണ്ടല്ലോ, നമ്മളെ 24 ന്യൂസിൽ ആദ്യം ഡോക്ടർ അരുൺ അവതരിപ്പിച്ചിരുന്ന, ഇപ്പോൾ ഹാഷ്മി അവതരിപ്പിക്കുന്ന പരിപാടി, നമ്മൾ തമ്മിലല്ല, ഒരാളെ എടുത്തിട്ട് പ്രോസസ്സാരം നടത്തുന്നത്. ഐഷ സുൽത്താനയുമായിട്ട് നമ്മുടെ ഫിലിം ആക്ടിവിസ്റ്റ്, സോഷ്യൽ ആക്ടിവിസ്റ്റ് ഐഷയായിട്ട് നടത്തിയിട്ടുള്ള ചർച്ച വളരെ വളരെ ക്ലാസിക് ആയിട്ടുള്ള ചർച്ചയായിരുന്നു. ചർച്ച രൂക്ഷമൊക്കെ ആയെങ്കിലും ഏറ്റവും അവസാനം അതിനകത്തൊരു സമരസപ്പെട്ടു പോകുന്ന രീതിയിൽ സൗഹാർദ്ദത്തിന് അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് പോയതാണ്. പ്രഫുല്ലായിട്ട് സംസാരിച്ചു കഴിഞ്ഞാൽ പ്രഫുലിൻ്റെ ഡെപ്ത് മനസ്സിലാവും നമുക്ക്. സന്ദീപ് വാചസ്പതിയുടെ അറിവിൻ്റെ ആഴത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞറിയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് മെഷർ ചെയ്യാൻ പറ്റുന്ന ഒരു സ്കെയിലും നമ്മുടെ അടുത്ത് നിലവിലില്ല. അതേപോലെ യുവരാജ് ഗോകുൽ ഇപ്പം തലസ്ഥാന ജില്ലയിൽ നിന്ന് തന്നെയുള്ള ഒരു ചെറുപ്പക്കാരനാണ്. ചർച്ചയിൽ ഇങ്ങനെ പോയിരുന്നിട്ട് കാര്യമുണ്ടോ? അത് ഉരുളിക്ക് ഉപ്പേരി വാരി കൃത്യമായി മറുപടി കൊടുക്കാൻ കഴിവുള്ള സംഘാടക ശേഷിയുള്ള ചെറുപ്പക്കാരൻ. സൗമ്യമായി പറയേണ്ടടുത്ത് സൗമ്യമായി പറയും, എന്നാൽ റഫായിട്ട് ഇടപെട്ടാലേ മാർഗമുള്ളൂ എന്നുള്ളിടത്ത് അങ്ങനെ തന്നെ പറയും. അത് ജ്യോതികുമാർ ചാമക്കാലയായിട്ടുള്ള ചർച്ചയിൽ നമ്മൾ കണ്ടതാണ്. എടാപ്പെടാമെന്ന് വിളിക്കരുതെന്ന് പറയുന്നു, 2-3 പ്രാവശ്യം പറയുന്നു, റിക്വസ്റ്റ് ചെയ്യുന്നു, വീണ്ടും എടാപ്പെടാന്ന് കണ്ടെന്ന് വിളിച്ചാൽ നീ പറയടാന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കഴിവുള്ള ആളാണ്. സംഘാടക രംഗത്തും ശേഷി തെളിയിച്ചിട്ടുള്ളതാണ്. ഇവരെയൊക്കെ സത്യത്തിൽ ഇപ്പോൾ ശോഭാ സുരേന്ദ്രൻ, MT രമേശ്, K സുരേന്ദ്രൻ, K കൃഷ്ണദാസ്, V മുരളീധരൻ, ഷോൺ ജോർജ്, അനൂപ് ആൻ്റണി, രാജീവ് ചന്ദ്രശേഖർ, തുടങ്ങിയിട്ടുള്ള ഇവരിൽ വലിയ നിര അവിടെ നിൽക്കുമ്പോൾ തന്നെ കൃഷ്ണകുമാർ, C സുരേഷ്, S സുരേഷ്, വി രാജേഷ് പിന്നീട് ഈ മേയറുടെ ചുമതലയിലേക്ക് പോയി. V മുരളീധരനും മറ്റവരുമൊക്കെ MLA-മാരുമായിട്ട് പോയി, നിയമസഭയുടെ ഉത്തരവാദിത്തങ്ങളുമായിട്ട് പോയി, പാർലമെൻ്ററി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്നു. സംഘടനയ്ക്കകത്ത് ഇവരൊക്കെ സജീവമായി നിൽക്കുമ്പോൾ തന്നെ അടുത്തൊരു തലമുറയെ ഇനി വേണ്ടേ? ഒരു K സുരേന്ദ്രനിലും MT രമേശിലും ഒക്കെ അവസാനിക്കേണ്ടതാണോ? അത് കഴിഞ്ഞിട്ട് അടുത്തൊരു തലമുറയിൽ നിന്ന് സംസ്ഥാന വ്യാപകമായി അങ്ങനെ ഉപയോഗിക്കാൻ പറ്റുന്ന ചെറുപ്പക്കാരായിട്ട് കേവലം ഷോൺ ജോർജിലും അനൂപ് ആൻ്റണിയിലും ഒതുങ്ങാൻ പാടില്ല. ഇവരുടെ ശേഷി കൂടി ഉപയോഗിക്കപ്പെടേണ്ടതാണ്. അത് BJP ഗൗരവമായിട്ട് പരിഗണിക്കുന്നില്ല. അതും ഇവരുടെ പ്രത്യേകതയുണ്ട്. ഒരാൾ വടക്കുന്നാണ്, മലബാറിൽ നിന്നാണ്, കോഴിക്കോട് ജില്ലക്കാരനാണ്, വടകരക്കാരനാണ് പ്രഫുൽ കൃഷ്ണ. സംസ്ഥാനത്ത് മലബാർ മേഖല കേന്ദ്രീകരിച്ച് വെറും കോഴിക്കോട് ജില്ലയിലെ 4-5 മണ്ഡലം എന്ന് പറഞ്ഞിട്ട് സംഘടനാ ജില്ലാ കമ്മിറ്റി എന്ന് പറഞ്ഞിട്ട് അവിടെ ഒതുക്കിയിടാതെ, അതിന് വേറെ ആൾക്കാർ കിട്ടും, ഒതുക്കിയിടാതെ മലബാറിൻ്റെ മൊത്തം ചാർജ് കൊടുത്തിട്ട് സംസ്ഥാനത്ത് സെക്രട്ടറി ആയിട്ട് ചുമതല കൊടുത്ത് കൊണ്ടുവരേണ്ടതല്ലേ BJP? അടുത്തത് വചസ്പതി ആകുമ്പോൾ മധ്യ കേരളത്തിൽ നിന്നാണ് വരുന്നത്. വചസ്പതി ആ രീതിയിൽ തൃശ്ശൂർ, എറണാകുളം, കോട്ടയം, ആലപ്പുഴ, ഇടുക്കി തുടങ്ങിയിട്ടുള്ള ജില്ലകളുടെ ചുമതല കൊടുത്തിട്ട് കൊണ്ടുവരേണ്ടതല്ലേ? സംസ്ഥാന തലത്തിൽ ജില്ലാ പ്രസിഡൻ്റായിട്ട് അവിടെ ഒതുക്കുകയാണ് വേണ്ടത്. സന്ദീപ് വാചസ്പതിയും പ്രഫുൽ കൃഷ്ണയൊക്കെ സംസ്ഥാന വ്യാപകമായിട്ട് ക്യാമ്പയിൻ നടത്താൻ, പൊതുപ്രസംഗങ്ങളിൽ പ്രസംഗിക്കാൻ ഒക്കെ യോഗ്യരായിട്ടുള്ള ആളുകളല്ലേ, കഴിവുള്ളവരല്ലേ? അവർ കണ്ടുപിടിക്കേണ്ടത് സന്ദീപ് വാര്യരെ എങ്ങനെ ഇപ്പോൾ പാർട്ടി വിട്ടുപോയപ്പോൾ കോൺഗ്രസ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. എങ്ങനെയാണ് KM ഷാജിയെ വളർത്തിയെടുത്തത് മുസ്ലിം ലീഗ് എന്നുള്ളതാണ്. എങ്ങനെയാണ് ഷാഫി പറമ്പലിനെയും ചാണ്ടി ഉമ്മനെയും ഒക്കെ വളർത്തിയെടുത്തത് എന്നുള്ളതാണ് പരിശോധിക്കേണ്ടത്. അതിന് ആ മാതൃക ഇവർ കാണിക്കേണ്ടതുണ്ട്. മുസ്ലിം ലീഗ് ഓരോരുത്തരെയും വളർത്തിയെടുക്കുന്നത്. യുവരാജ് ഗോകുൽ തലസ്ഥാനത്ത് കിടക്കുന്നു. തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട തുടങ്ങിയിട്ടുള്ള ജില്ലകൾ കേന്ദ്രീകരിച്ച് സംഘടനാപരമായിട്ടുള്ള ചുമതല കൊടുത്തു കഴിഞ്ഞാൽ കൃത്യമായി ആ മേഖലയിൽ കൃത്യമായി പ്രവർത്തിക്കാൻ കഴിയും. ഒരാളുടെ സംഘാടക ശേഷി കൃത്യമായിട്ട് ഉപയോഗിക്കുകയും സംസാരശേഷി സംസ്ഥാന വ്യാപകമായി ഉപയോഗിക്കുകയും ചെയ്യുക എന്നുള്ളതാണ്. അയാളെ അങ്ങനെ കഴിവുള്ള ആൾക്കാരെ കൊണ്ടുപോയിട്ട് ഏതെങ്കിലും ഒരു കൂട്ടിക്കൊണ്ടുപോയി അടച്ചിടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സംഘടനയ്ക്ക് ഗുണം ചെയ്യില്ല എന്ന അഭിപ്രായം പങ്കുവെച്ചുകൊണ്ട് ഞാൻ പറഞ്ഞില്ല, ആ മൊണ്ണയൊക്കെ അനിൽ ആൻ്റണിയെ കൊണ്ടുപോയിട്ട് ദേശീയ നേതാവാക്കിയിട്ടുണ്ട്. എന്നാ ഉണ്ടാക്കാനാണെന്ന് എനിക്കറിയില്ല. അടുത്ത 100 വർഷം ആവേശം കൂടി പ്രസംഗിച്ചതാണ്. നമ്മുടെ തൃക്കാക്കര ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ച ഡോക്ടർ ജോ ജോസഫിൻ്റെ മാതിരി ഞാൻ വിക്കറ്റുകളിന് സെഞ്ചുറി അടിക്കുമെന്ന് പറഞ്ഞു, ആവേശം കൂടിയിട്ട് എന്ന് പറഞ്ഞതുപോലെ അടുത്ത 100 വർഷം ഇനി നരേന്ദ്രമോദി ഭരിക്കുമെന്ന് പറഞ്ഞു. അടുത്ത 100 വർഷം ഇനി നരേന്ദ്രമോദി ജീവിച്ചിരിക്കില്ല എന്നുള്ള സാമാന്യ ബോധം വേണ്ടേ? അടുത്ത 100 വർഷം നരേന്ദ്രമോദിയും രാജൻ ജോസഫും അനിൽ ആൻ്റണിയും ജീവിച്ചിരിക്കില്ല എന്നുള്ള സാമാന്യ ബോധം വേണ്ടേ? ആ കേട്ടിരിക്കുന്ന പ്രേക്ഷകരിൽ ഒരാൾ പോലും ജീവിച്ചിരിക്കില്ല എന്നുള്ള ബോധം വേണ്ടേ? അതൊന്നും ഇല്ലാതെ ആവേശം കൂടിയിട്ട് അടുത്ത 100 വർഷം ഇനി നരേന്ദ്രമോദിയാണ് നമ്മളെ ഭരിക്കുന്നത്, BJP ഭരിക്കുന്നു പറയുകയാണെങ്കിൽ ഒരു സെൻസ് ഉണ്ട്.
ഇമാതിരി പൊട്ടന്മാരെയൊക്കെ പിടിച്ചിട്ട് ദേശീയ നേതൃത്വത്തിലിടുക. എന്നിട്ട് അർഹരായ ആളുകളെ സംസ്ഥാന തലത്തിൽ ഇതിനെ ചലിപ്പിക്കാൻ കഴിയുന്നവരെ, അതിന് ശേഷിയുള്ളവരെ, അതിൽ പിന്നെ അക്ഷരശുദ്ധി കൊണ്ടും അറിവ് കൊണ്ടും ആശയബലം കൊണ്ടും സംഘാടക വൈഭവം കൊണ്ടും അതിന് കഴിവുള്ളവരെ അവരെ ഏതെങ്കിലും മൂലയ്ക്കിൽ കൊണ്ടുപോയി കിട്ടിയിടുക എന്ന് പറഞ്ഞാൽ അത് ഒതുക്കലാണ് ആയിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവർക്കങ്ങനെ അനുഭവപ്പെട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ അവരുടെ മുമ്പിൽ കുറച്ചുകൂടി വിശാലമായ ഒരു ലോകം തുറന്നു കൊടുക്കണം എന്ന അഭിപ്രായമാണ് എനിക്കത് പറയാനുള്ളത് ബി ജെ പിക്ക്. ഇല്ലെങ്കിൽ ബി ജെ പിയും സി പി എമ്മിനെ പോലെ പടവലങ്ങിയ മാതിരി കീഴ്പോട്ട് പിന്നെ വളരും. അങ്ങനെ ഒരു ദൗർഭാഗ്യകരമായ കാഴ്ച ബി ജെ പി പ്രവർത്തകർക്ക് കാണേണ്ടി വരും എന്ന് മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഇവരുടെയൊക്കെ ശേഷി ഉപയോഗിക്കാൻ ബി ജെ പി തയ്യാറാവണം എന്ന ഒരഭിപ്രായമാണ് എനിക്ക് പങ്കുവെക്കാനുള്ളത്. അവർക്ക് വേണമെങ്കിൽ മതി. ഞാൻ ബി ജെ പി ഉണ്ടാക്കാനും ഇവിടെ താമര വിജയിക്കാനും ഒന്നും നടക്കുന്ന ആളല്ല. പിന്നെ എൻ്റെ അടുത്ത് ഇവിടെ ചേറുമില്ല. താമരയ്ക്ക് വളരണമെങ്കിൽ ചേറ് വേണം, അതുമില്ല. ഇവിടെ നല്ല മണ്ണാണ്. അപ്പോൾ ഞാനെന്തായാലും ആ താമര കൃഷിക്ക് ഇറങ്ങിയിട്ടില്ല. എന്നാലും താമര കൃഷി നടത്തുന്നവർ അത് കൃത്യമായി നടത്താൻ വേണ്ട ചില ടിപ്സ് അവർക്ക് പറഞ്ഞു കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഗുഡ് മോർണിംഗ്.